ഹലോ. അപ്പോൾ അതേ നമ്മുടെ ചേന കിളിർപ്പിച്ച വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ലേ? അപ്പോൾ ആ ചേനയെല്ലാം കിളിർത്തായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒന്നും പറയാനോ കാണിക്കാനോ പറ്റിയില്ല. 4 പീസ് ചേനയും കിളിർത്തിരുന്നു. അതിൽ 3 പീസ് ചേനയെ ഞാൻ കിളിർത്ത് കഴിഞ്ഞപ്പം ആ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി താഴോട്ടാക്കിയിട്ടുണ്ട്. താഴോട്ട് മീൻസ് ഗ്രോ ബാഗിൽ തന്നെയാണ്. ഇതിപ്പോൾ ടെറസിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീടിന് താഴോട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും അതുപോലെ മാറ്റാനുള്ള പ്ലാനാണ്. കാരണം നിൽക്കുന്നത് ഒരു ചെറിയ ഗ്രോ ബാഗിലാണ്. ഇത് കണ്ടോ? അപ്പോൾ ചേന വട്ടത്തിൽ വളരുന്നതല്ലേ, അപ്പോൾ വളരാനുള്ള ഒരു ഇതില്ല, അതിനകത്തില്ല ഒരു സ്പേസ് ആ ഗ്രോ ബാഗിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു ഗ്രോ ബാഗിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം മാറ്റാമെന്ന് ചിന്തിച്ച ഗ്രോ ബാഗ് ഇതാണ്. ഇത് കണ്ടോ? ഈ ഒരു ഗ്രോ ബാഗാണ്. ഇതിനകത്ത് കാന്താരി ചെടി നിൽക്കുക. അപ്പോൾ ഈ കാന്താരി ചെടിയെ വേറൊരു ഡ്രമ്മിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഗ്രോ ബാഗ് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ പരിപാടികളും ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പോൾ അതേ ഗ്രോ ബാഗ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ശ്രമകരമാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നത്. അതായത് ചെടി വലുതായതിന് ശേഷം ഗ്രോ ബാഗ് പിടിച്ച് പൊക്കലും അതിനകത്തു നിന്നുള്ള ചെടി പിഴുതെടുക്കലും ഒക്കെ ഭയങ്കര, നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇപ്പം ഞാൻ ഈ ഗ്രോ ബാഗിൽ ഇരുന്ന കാന്താരി ചെടിയെ മാറ്റി ഞാൻ ഡ്രമ്മിലോട്ട് കിളിപ്പിച്ചു. ഈ ഒരു ഡ്രമ്മിലാണ് കാന്താരി ചെടിയെ റീപ്ലാന്റ് ചെയ്തത്. കണ്ടോ? അടിയിൽ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്ത് അതിനുശേഷം കാന്താരി ചെടി വെച്ചിട്ട് പിന്നെ ചാണകപ്പൊടിയും മണ്ണും കൂടി ഇട്ട് കൊടുത്ത് വെച്ചേക്കുക. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പം മറ്റേ ഗ്രോ ബാഗ്, ഇത് നിന്ന ഗ്രോ ബാഗ് താഴോട്ട് കൊണ്ടുപോയതിന് ശേഷമേ ചേനയെ കിളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മറ്റേ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന ചേനയെ പിഴുത് എടുത്ത് വയ്ക്കണം. എന്നിട്ട് പിഴുതതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചേനച്ചെടിയൊക്കെ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് റീപ്ലാന്റ് ചെയ്തത് ഇതാണ്. അതിന് മുന്നേ റീപ്ലാന്റ് ചെയ്തത്, ഏറ്റവും ആദ്യം റീപ്ലാന്റ് ചെയ്തത് ചേന ഇതാണ്. ഇതങ്ങ് ടെറസിൽ നിന്ന കഠിന ചൂടത്ത് അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോയി. താഴെ കൊണ്ടുവന്നതിന് ശേഷം അതൊന്ന് പച്ച പിടിച്ച് വന്നത്. അതിനുശേഷം മൂന്നാമത് വെച്ചത് ഇവനാണ്. പക്ഷെ ഇവൻ നല്ല കരുത്തോടെ വളർന്ന് കണ്ടോ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടോ. അതുപോലെ അതിൻ്റെ താഴേന്ന് പുതിയ കിളിർപ്പ് നാമ്പൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കണ്ണ് വിരിയാതെ തൊഴുത് പിടിച്ച് നിൽക്കുക. പിന്നെ റീപ്ലാന്റ് ചെയ്തത് ഇത് കണ്ടോ. ഇതിനൊരു ആരോഗ്യമൊന്നും വന്നിട്ടില്ല. ഇതൊരു ചാക്കിലാണ് ഞാൻ കിളിർപ്പിച്ച്. അപ്പം നന്നാവുമായിരിക്കും. പിന്നെ അതിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 2 മുള വന്നു. അതാണ് ഈ 2 മുള വരുമ്പം കണ്ടോ ഒരു ആരോഗ്യക്കുറവ് കാണിക്കും. അപ്പം അതിൽ നിന്ന് മൂത്ത മുള നമുക്കങ്ങ് മാറ്റാം. നാളെ ആവട്ടെ ഒരു എന്തെങ്കിലും ചേർത്തൊരു തോരനാക്കാതെ. അപ്പം അങ്ങനെ ചേന റീപ്ലാന്റിങ് എല്ലാം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, താങ്ക് യു.